വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതും ഇൻഡെക്സിൽ ഹെവി വെയിറ്റ് ഉള്ളതുമായ ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 1.5% വർദ്ധിച്ച് 1223 ക്ലോസിംഗ് നൽകി. റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ വാല്യൂഷൻ കോവിഡ് ലെവലിലെ വാല്യൂഷനിലേക്ക് എത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്. ഈ ഒരു ഫാക്റ്റാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ കൂടുതൽ ആകർഷകമാക്കുന്നതും. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിൽ റിലയൻസിൻ്റെ സബ്സിഡറി കമ്പനിയായ റിലയൻസ് ജിയോയുടെ ഒക്ടോബർ മാസത്തെ സബ്സ്ക്രിപ്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഒക്ടോബർ മാസത്തിൽ 3.76 മില്യൺ യൂസേഴ്സ് റിലയൻസ് ജിയോ എന്ന ടെലികോം സർവീസ് ഉപേക്ഷിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭാരതി എയർടെൽ 1.92 മില്യൺ യൂസേഴ്സിനെ പുതിയ വരിക്കാരായി ചേർത്തപ്പോൾ റിലയൻസ് ജിയോ 3.76 മില്യൺ യൂസേഴ്സിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. വോഡാഫോൺ ഐഡിയയും 1.97 മില്യൺ യൂസേഴ്സിനെ നഷ്ടപ്പെടുത്തി. ജൂലൈ മാസത്തിൽ ടെലികോം താരിഫ് ഹൈക്ക് നടപ്പിലാക്കിയതിനു ശേഷം റിലയൻസ് ജിയോ ഉപേക്ഷിക്കുന്ന യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. ജൂലൈ, സെപ്റ്റംബർ, ആഗസ്റ്റ്, നവംബർ, ഒക്ടോബർ തുടങ്ങിയ എല്ലാ മാസങ്ങളിലും റിലയൻസ് ജിയോയിൽ നിന്നും കൂടുതൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ റിലയൻസ് ജിയോയെ കൂടുതൽ യൂസേഴ്സ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിച്ചത് BSNL എന്ന കമ്പനിക്കാണ്. BSNL റേറ്റ് ഹൈക്ക് നടപ്പിലാക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 4 മാസമായി BSNLിലുള്ള പുതിയ യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ 2.9 മില്യൺ യൂസേഴ്സും ആഗസ്റ്റ് മാസത്തിൽ 2.53 മില്യൺ യൂസേഴ്സും സെപ്റ്റംബർ മാസത്തിൽ 0.84 മില്യൺ യൂസേഴ്സുമാണ് പുതിയ വരിക്കാരായി BSNLിൽ ചേർന്നത്. ഇത് റിലയൻസ് ജിയോയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ നെഗറ്റീവ് അപ്ഡേറ്റ് ഉണ്ടായിട്ടും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ജിയോ എന്ന സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. പോസിറ്റീവ് ക്ലോസിംഗ് നൽകാനുള്ള പ്രധാന കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പല പ്രമുഖ ബ്രോക്കേഴ്സും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 48% വരെ അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകുന്നുണ്ട്. ഷെയർഖാൻ സ്റ്റോക്കിന് 1817 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് നൽകിയതിന് പിന്നിലുള്ളതിൻ്റെ പ്രധാന കാരണം, ഒന്നാമത്തേത് റിലയൻസ് എന്ന കമ്പനി പല സെക്ടറുകളെ കേറ്റർ ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ് മോശമായത് കമ്പനിയുടെ ഗ്രോത്തിനെ ബാധിക്കാറില്ല. റിലയൻസിന് 5G നെറ്റ്വർക്കിലും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിലും ഡിജിറ്റൽ വെഞ്ചറിലും കൂടാതെ റീറ്റെയിൽ ബിസിനസ്സിനും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ബിസിനസ്സിലും എക്സ്പോസർ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ടർ മോശമാവുകയാണെങ്കിൽ അത് റിലയൻസ് എന്ന കമ്പനിയുടെ പെർഫോമൻസിനെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തേത് ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയിലെ ജിയോ എന്ന കമ്പനിയുടെ വളർച്ച തന്നെയാണ്. ഡൊമസ്റ്റിക് ടെലികോം ഇൻഡസ്ട്രിയിലെ ഒരു ഡൊമിനൻ്റ് പ്ലെയറായി റിലയൻസ് ജിയോ മാറിക്കഴിഞ്ഞു. കൂടാതെ ഡിജിറ്റൽ ഓഫറിങ്ങിൽ നിന്നും മോണിറ്റൈസേഷനിൽ നിന്നും 5G നെറ്റ്വർക്കിൽ നിന്നും കമ്പനി അതിൻ്റെ റവന്യൂ ഉയർത്തുകയും ചെയ്യുന്നു. റീറ്റെയിൽ സെഗ്മെൻറ്റിലും റിലയൻസ് വളരെയധികം മുന്നേറി കഴിഞ്ഞു. ഇന്ത്യൻ റീറ്റെയിൽ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ കമ്പനിയായി റിലയൻസ് മാറിക്കഴിഞ്ഞു. ഇത് വരും സമയങ്ങളിൽ റിലയൻസിൻ്റെ സസ്റ്റെയിൻഡ് ഗ്രോത്തിന് കാരണമാകുമെന്നാണ് ബ്രോക്കേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഫേസ്ബുക്ക്, ഗൂഗിൾ, സൗദി അരാംകോ പോലുള്ള ഗ്ലോബൽ പ്ലെയറുകളും റിലയൻസ് ഇൻഡസ്ട്രീസിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇതെല്ലാം റിലയൻസ് എന്ന സ്റ്റോക്കിൽ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നടത്തണം എന്നുള്ള സൂചനയാണ് ബ്രോക്കേഴ്സ് നൽകുന്നത്. ഇവിടെ ഷെയർഖാൻ മാത്രമല്ല മറ്റ് പല ബ്രോക്കേഴ്സും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ജിയോജിത് ഫിനാൻഷ്യൽ 1516 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ 1720 രൂപയുടെ ടാർഗറ്റും പ്രഭുദാസ് ലീലാധർ 1540 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 200 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവ് ലെവലിൽ സ്റ്റോക്ക് ലഭ്യമാണ്. 1200 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഇനി 1150ൻ്റെ സപ്പോർട്ടാണ് സ്റ്റോക്കിനുള്ളത്. ഇവിടെ നിന്നും ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതല്ല വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ സ്റ്റാഗേർഡ് മാനറിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് ITCയുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ITC 2% ഉയർന്ന് 474 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 5.93 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.9, 52 വീക്ക് ഹൈ 528, 52 വീക്കിലോ 400.
ഓരോ ദിവസം കഴിയുന്തോറും ITCയുടെ ചാർട്ട് കൂടുതൽ സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ് ITCയെ സംബന്ധിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. കൂടാതെ ITC 2025 ജനുവരി 1 തീയതി അതിൻ്റെ ഡീമർജർ പ്രഖ്യാപിച്ചിരുന്നു. കമ്പനി അതിൻ്റെ ഹോട്ടൽ ബിസിനസ്സിനെ ITCയിൽ നിന്നും ഡീമർജ് ചെയ്യുകയാണ്. ഈ ഡീമർജിന് മുന്നോടിയായി കമ്പനി ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലെ 2 പെന്നി സ്റ്റോക്കുകളിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ലീല ഗ്രൂപ്പ് എന്ന ലക്ഷറി ഹോട്ടൽ ഓപ്പറേറ്ററായ HLV ലിമിറ്റഡിൻ്റെ 0.53% സ്റ്റേക്കുകളും ഒബറോയ് ഹോട്ടൽ ഓപ്പറേറ്ററായ EIH ലിമിറ്റഡിൻ്റെ 2.44% സ്റ്റേക്കുകളുമാണ് റീസെൻ്റ്ലി ITC അക്വയർ ചെയ്തത്. HLV ലിമിറ്റഡും EIH ലിമിറ്റഡും പെന്നി സ്റ്റോക്കുകളാണ്. ഈ 2 പെന്നി സ്റ്റോക്കുകളെ ITC വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 പെന്നി സ്റ്റോക്കുകളും വരും സമയങ്ങളിൽ ഫോക്കസിലാകാൻ സാധ്യതയുണ്ട്. ITCയുടെ ഓരോ 10 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്കും 1 ഷെയർ ആയിരിക്കും, അല്ലെങ്കിൽ ITC ഹോട്ടലിൻ്റെ 1 ഷെയർ ആയിരിക്കും നൽകുക. കൂടാതെ ITC എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകി. ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 550 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഒരു സ്ട്രോങ് പ്ലെയറായി കമ്പനി മാറിക്കഴിഞ്ഞു. കൂടാതെ 13,000 റൂമിൽ നിന്നും 18,000 റൂമിലേക്ക് കമ്പനി അതിൻ്റെ ഇൻവെൻട്രി വരുന്ന 3 മുതൽ 4 വർഷത്തിലേക്ക് ഉയർത്തുകയാണ്. ശ്രീലങ്കയിലും കമ്പനി ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം കമ്പനിയുടെ റവന്യൂ വർദ്ധിപ്പിക്കും. കൂടാതെ ITCയിലെ ഓൾഡ് ഇൻവെസ്റ്ററായ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ എന്ന കമ്പനി ITC ഹോട്ടലിലും 10% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ച് ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിക്കഴിഞ്ഞു. നൊമൂറയും ബൈ എന്ന റേറ്റിംഗും 511 രൂപയുടെ ടാർഗറ്റുമാണ് ITCക്ക് നൽകിയിരിക്കുന്നത്. ITC എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 450 വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. 450 സ്റ്റോക്ക് എത്തുമ്പോഴെല്ലാം ഫ്രഷ് ബൈയിങ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 450 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 500, 525 പോലുള്ള ടാർഗറ്റുകൾ ITC എന്ന സ്റ്റോക്കിലും എയിം ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്